iOS 18.4 ബീറ്റ 2 അപ്ഡേഷൻ ഇപ്പോൾ അവൈലബിൾ ആണ് എല്ലാ ഐഫോണുകളിലും. അപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഐക്ലൗഡിലോ അല്ലെങ്കിൽ ഗൂഗിൾ ഡ്രൈവിലോ നിങ്ങളുടെ ഡേറ്റാസ് ആദ്യം ബാക്കപ്പ് ചെയ്ത് വെക്കണം. ബാക്കപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു അപ്ഡേഷൻ കൊടുക്കാവൂ. ഒരുപക്ഷെ ചിലപ്പോൾ ഈ ഒരു അപ്ഡേഷൻ നടക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ ഡേറ്റാസ് നഷ്ടമാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് മുന്നായിട്ട് ഈ ഒരു ഡേറ്റാസ് ബാക്കപ്പ് ചെയ്ത് വെക്കുക. ഈ ഒരു അപ്ഡേഷനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കാം. iMessage നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ന്യൂ ഇമോജീസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആപ്പ് സ്റ്റോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പുതുതായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപൊക്കെ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിസീം കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു അപ്ഡേഷനിൽ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്കൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് റെസ്യൂം കൊടുക്കാം. എവിടെ വെച്ചാണ് നമുക്ക് ഇപ്പോൾ ഡേറ്റ തികയുന്നില്ല, ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, അപ്പോൾ ഡേറ്റ തികയുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ആ ഒരു നെറ്റ്വർക്കിൽ നിന്ന് വൈഫൈ നെറ്റ്വർക്കിൽ നിന്ന് പുറത്തോട്ട് പോകുന്നു. ആ സമയത്ത് നമ്മൾ എവിടം വരെയാണോ ആ ഒരു ഡേറ്റ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് ആ ഒരു പകുതി അപ്ഡേഷനിൽ നിൽക്കും. ബാക്കി ഡേറ്റാസ് നമുക്ക് പിന്നീട് നെറ്റ് കിട്ടുമ്പോഴത്തേക്ക് ഡേറ്റ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു മാറ്റത്തിലേക്കാണ് ഈ ഒരു ആപ്പ് സ്റ്റോറിൽ കൊണ്ടുവന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേഷൻ. ആക്ഷൻ ബട്ടണിൽ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കൺട്രോളർ ഐക്കണും കൂടി ആഡ് ചെയ്യാനുള്ള ഒരു ഫീച്ചറും കൂടി ഈ ഒരു അപ്ഡേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതുകൂടാതെ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻ എന്നൊരു ഫീച്ചറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ആപ്പുകൾ സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ വാട്സാപ്പിലെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് മെയിനായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിനൊരു ഫീച്ചേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാത്രം ആ ആപ്പ് മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കാം. മറ്റ് ആപ്പുകളുടെ നോട്ടിഫിക്കേഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നമുക്ക് ഡിസേബിൾ ചെയ്ത് വേണമെങ്കിലും ഇടാം. ഇങ്ങനത്തെ ഒരു ഫീച്ചറും കൂടെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കൺട്രോൾ സെൻറ്ററിൽ ആപ്പിൾ ഇൻ്റലിജൻസും സിറിയും ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ അപ്ഡേഷനിൽ ഈ ഒരു ഫീച്ചർ ഇല്ലായിരുന്നു. ബീറ്റ 2 വന്നതോടുകൂടി ഈ ഒരു ഫീച്ചറും കൂടി കൺട്രോൾ സെൻറ്ററിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ വന്നൊരു മറ്റൊരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ വിഷൻ പ്രോ, ഈ ഒരു ആപ്പും കൂടി നമുക്ക് ഈ ഒരു ബീറ്റ അപ്ഡേഷനിൽ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ആപ്പ് നമുക്ക് ഉപയോഗിക്കാം. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം, ഈ ഒരു അപ്ഡേഷൻ ഇപ്പോൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ ഒരു അപ്ഡേഷൻ ചെയ്തതിന് ശേഷം ബാറ്ററി നന്നായിട്ട് ഡ്രെയിൻ ചെയ്യുന്നുണ്ട്, അല്ലാതെ തന്നെ ആപ്പുകൾ നന്നായിട്ട് ക്രാഷ് ആകുന്നുണ്ട്. ഈ ഒരു അപ്ഡേഷൻ ഇപ്പോൾ തൽക്കാലത്തിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേഷൻ വരുന്ന സമയത്ത് ചെയ്യുക. ഇതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേഷൻ ഏപ്രിൽ 2nd വീക്കോട് കൂടി വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ അപ്ഡേഷന് വേണ്ടിയിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.